ഹലോ ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് സോഷ്യോളജിക്കൽ റിസർച്ച് മെത്തേഡ്സിന്റെ ഫസ്റ്റ് യൂണിറ്റ് റിസർച്ച് ഇൻ സോഷ്യൽ സയൻസസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും എന്താണ് റിസർച്ച്, അതിന്റെ ബേസിസ്, ഏതൊക്കെ ബേസിസിലാണ് റിസർച്ച് നടക്കുന്നത്, റിസർച്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ആസ് എ സോഷ്യോളജിസ്റ്റ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് റിസർച്ച് ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, കോമൺ ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ലെയ്മൻ എന്നൊക്കെ വിളിക്കുന്ന ആളുകളും റിസർച്ച് ചെയ്യുന്ന ആളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് തുടങ്ങിയിട്ടുള്ള കുറച്ച് സംഗതികളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അതേസമയം ഇതിൻ്റെ അകത്ത് നമുക്ക് ചില പുതിയ തിയറീസും ഞാൻ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ ചില പുതിയ ടേംസ് നിങ്ങൾക്ക് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ അത്തരം ടേംസ് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് റിസർച്ച് ഇൻ സോഷ്യൽ സയൻസസിലേക്ക് കടക്കാം. ഒബ്ജക്റ്റീവ്സ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പ്രധാനമായിട്ടും 5 ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യമായിട്ട് എന്താണ് സോഷ്യൽ റിസർച്ച് എന്നുള്ള ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ ആണ്. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ കൂടിയാണ്. നിങ്ങൾക്ക് പേപ്പറിലൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് ചില ഇൻട്രൊഡക്ടറി ക്വസ്റ്റ്യൻസ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നീട് ആൾട്ടർനേറ്റീവ്സ് ടു സോഷ്യൽ റിസർച്ച്, സോഷ്യൽ റിസർച്ചിന് പകരമായിട്ട് പ്രത്യേകിച്ച് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ യൂസ് ചെയ്യുന്നത് എന്തൊക്കെ മെത്തേഡ്സ് ആണ് എന്നുള്ളത് ആ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യും. വീണ്ടും സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഇൻ സോഷ്യൽ റിസർച്ച്, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇത് 5th സെമസ്റ്ററിലുള്ള പേപ്പറാണ്, ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. ഏറ്റവും ബേസിക് ഐഡിയ ആണ് സോഷ്യോളജിയെ സംബന്ധിച്ചിടത്തോളം സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. നമ്മൾ അത് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് സോഷ്യൽ റിസർച്ചിൽ അതെങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ അതിൻ്റെ അകത്ത് നോക്കാൻ പോകുന്നത്. പിന്നീട് ഡർക്കൈം എങ്ങനെയാണ് സോഷ്യോളജിക്കൽ റിസർച്ച് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളൊരു ഭാഗവും, ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിന്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു സെപ്പറേറ്റ് ചാപ്റ്റർ തന്നെ ഉണ്ട്, പക്ഷെ ഈ ഒരു ഭാഗത്ത് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് പാർട്ടിലോട്ട് പോവാം. വാട്ട് ഈസ് സോഷ്യൽ റിസർച്ച് എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് നോക്കാം. റിസർച്ച് എന്നുള്ളത് ആ ഒരു ടേം തന്നെ അതിന്റെ എന്താണ് അത് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. റീസേർച്ച് എന്നുള്ളതാണ്. റീ പ്ലസ് സെർച്ച്, വീണ്ടും വീണ്ടും സെർച്ച് ചെയ്യുക, വീണ്ടും വീണ്ടും പരതി നോക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് റിസർച്ച് എന്നുള്ള ടേം തന്നെ യൂസ് ചെയ്യപ്പെടുന്നത്. നമുക്കറിയാം ഗവേഷണം എന്നുള്ളതാണ് മലയാളത്തിൽ. കുറച്ചുകൂടി അതിന്റെ ഒരു ഇംഗ്ലീഷ് ടേമാണ് അതിനെ കൃത്യമായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. റിന്യൂഡ് സെർച്ച് എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. വീണ്ടും പുതുതായിട്ട് ഒരു കാര്യം ഓൾറെഡി കണ്ടെത്തിയിട്ടുള്ള, പ്രത്യേകിച്ച് സോഷ്യൽ സയൻസിന്റെ വിഷയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി ആയിക്കോട്ടെ അല്ലെങ്കിൽ റിലീജിയൻ ആയിക്കോട്ടെ, കാസ്റ്റ്, ക്ലാസ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളെല്ലാം ഓൾറെഡി സമൂഹത്തിലുള്ളതും ഓൾറെഡി ആളുകൾ ഡിസ്കസ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സംഗതികളെ വീണ്ടും സെർച്ച് ചെയ്യുക, പുതിയ രീതിയിൽ അന്വേഷിക്കുക എന്നുള്ളതാണ് റിസർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റീ എക്സാമിനേഷൻ എന്നൊക്കെയുള്ള ടേംസ് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പൊ പൊതുവിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത്, മനുഷ്യരെന്ന് പറയുന്നത് അവന് ചുറ്റുമുള്ള കാര്യത്തിന് പ്രിഡിക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യാൻ ഒക്കെ ശ്രമിക്കുന്ന ഒരു ജീവിയാണ്. ആ അർത്ഥത്തില് നമുക്ക് പബ്ലിക്കായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പബ്ലിക് ആവശ്യങ്ങൾക്ക്, പൊതു ആവശ്യങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളും അതേപോലെ തന്നെ നമ്മുടെ വ്യക്തിഗതമായിട്ടുള്ള താല്പര്യങ്ങളിലുള്ള വിഷയങ്ങളിലൊക്കെ നമ്മൾ പലതരത്തിലുള്ള റിസർച്ചസ് ചെറിയ രീതിയിൽ നടത്താറുണ്ട്. അപ്പൊ ആ അർത്ഥത്തിൽ മനുഷ്യരെല്ലാവരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിസർച്ചേഴ്സ് ആണ് എന്ന് പറയാം. കാരണം അവരുടെ ചുറ്റുമുള്ള റിയാലിറ്റിയെ ഇന്റർപ്രറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതേസമയം ഇതിനെ സോഷ്യൽ സയൻസ് റിസർച്ചിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഷ്യൽ സയൻസ് റിസർച്ച് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഒരു സിസ്റ്റമാറ്റൈസ്ഡ് എഫേർട്ടാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. സോഷ്യൽ സയൻസ് റിസർച്ച് എന്ന് പറയുന്നത്
സിസ്റ്റമാറ്റൈസ്ഡ് എഫേർട്ടാണ്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇതിൻ്റെ അകത്തുള്ള ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് സോഷ്യൽ സയൻസ് റിസർച്ച് മുന്നോട്ട് പോകുന്നത്. ഇത് പൊതുവെ ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യം സോഷ്യൽ സയൻസ് റിസർച്ചിനെ സംബന്ധിച്ചിടത്തോളം, എന്തിനാണ് ഈ റിസർച്ച് ഒക്കെ ചെയ്തിട്ട്, എന്തിനാണ് ഇത്തരം സംഗതികൾ ഓൾറെഡി നമുക്കറിയാം, സമൂഹത്തിൽ ഒരുപാട് സംഗതികൾ നടക്കുന്നുണ്ട്, അതിനെക്കുറിച്ചൊക്കെ ആളുകൾ സംസാരിക്കുന്നുണ്ട്, ഇതിന് പുറമെ എന്തിനാണ് ഇങ്ങനെ ഗവേഷണം നടത്തിയത് കൊണ്ട് എന്താണ് ഗുണം, നാടിന് എന്താണ് ഗുണം, കൺട്രിക്ക് എന്താണ് ഗുണം തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ പൊതുവെ ചോദിക്കപ്പെടാറുണ്ട്. അക്കാഡമിക് ഡിസിപ്ലിൻ അല്ലെങ്കിൽ സബ്ജക്റ്റ് എന്നുള്ള നിലക്ക് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം എന്ന് പറയുന്നത് നമ്മുടെ ക്യൂരിയോസിറ്റി, മനുഷ്യനെ തന്നെ അറിയാനുള്ള ക്യൂരിയോസിറ്റിക്ക് പുറത്താണ് ഇത്തരം റിസർച്ചുകൾ നടത്തപ്പെടുന്നത് എന്നുള്ളതാണ്. നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ കൂടുതലായിട്ട് അറിയാനുള്ള ഒരു ത്വരയുണ്ട്, അതിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കുക എന്നുള്ളതാണ് ഈ ഒരു സോഷ്യൽ സയൻസ് റിസർച്ചിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ചില ഡെഫിനിഷനിലേക്ക് പോവാം. ഈ ഡെഫിനിഷനെ സംബന്ധിച്ചിടത്തോളം നമ്മളിത് കാണാതെ പഠിക്കുക എന്നുള്ളതിനേക്കാളും കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ PV യങ് എന്ന് പറയുന്ന സ്കോളർ അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നത് നോക്കാം. ദ സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് ഡിസ്കവറിംഗ് ദ ന്യൂ ഫാക്ട്സ് ഓർ വെരിഫൈയിങ് ദ ഓൾഡ് ഫാക്ട്സ്. ഒന്നെങ്കിൽ പുതിയ ഫാക്റ്റുകൾ കണ്ടെത്തുക, അല്ലെങ്കിൽ പഴയ ഫാക്റ്റുകൾ തന്നെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡാണ് നമ്മൾ ഈ പറയുന്ന സോഷ്യൽ റിസർച്ച് എന്ന് പറയുന്നത്. അവയ്ക്കിടയിലുള്ള സീക്വൻസസ് കണ്ടെത്തുക, ഒന്നിനു ശേഷം എന്താണ് അടുത്തത് വരുന്നത് എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്ന തരത്തിലുള്ള സീക്വൻസസ്, അവയ്ക്കിടയിലുള്ള റിലേഷൻഷിപ്പുകൾ, ഇന്റർ റിലേഷൻഷിപ്പ്, കോസൽ എക്സ്പ്ലനേഷൻ, എന്തുകൊണ്ട് ചിലത് സംഭവിച്ചു എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക. അതേപോലെ തന്നെ ഇവയൊക്കെ ഗവേൺ ചെയ്യുന്ന ആൻഡ് നാച്ചുറൽ ലോസ് വിച്ച് ഗവേൺ ദം, ഇവയൊക്കെ ഗവേൺ ചെയ്യുന്ന നാച്ചുറൽ ലോസ് എന്തൊക്കെയാണ് എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് PV യങ് സോഷ്യൽ റിസർച്ചിനെ കുറിച്ചുള്ള ഒരു ഡെഫിനിഷൻ ആയിട്ട് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഏകദേശം എല്ലാ സംഗതികളും കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതേപോലെ സ്റ്റീഫൻസൺ എന്ന് പറയുന്ന ഒരു സ്കോളറുടെ ഡെഫിനിഷൻ കൂടി ഞാൻ ഈ ഒരു സ്ലൈഡിന്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. മാനിപ്പുലേറ്റ്സ് കൺസെപ്റ്റ്സ് ആൻഡ് സിംബൽസ് ടു ജനറലൈസ്, എക്സ്റ്റെൻഡ് ആൻഡ് വേരിഫൈ നോളജ്. കൺസെപ്റ്റുകളെയും സിംബൽസിനെയും യൂസ് ചെയ്തുകൊണ്ട് ചില ജനറലൈസ്ഡ് അതേപോലെ തന്നെ വേരിഫയബിൾ നോളജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സോഷ്യൽ റിസർച്ചിന്റെ ഉദ്ദേശം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ഇനി സോഷ്യൽ റിസർച്ചിന്റെ ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്സ് നോക്കിക്കഴിഞ്ഞാൽ, സോഷ്യൽ സയൻസ് റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തുകൊണ്ടാണ്. പ്രോബ്ലം എന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് പ്രശ്നം എന്നുള്ള രീതിയിലല്ല മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത്, ഇത് കുറച്ചുകൂടി ഒരു പുതിയൊരു സംഗതിയെ കുറിച്ച്, അല്ലെങ്കിൽ ഓൾറെഡി നമുക്ക് നാട്ടിലുള്ള ഒരു സംഗതി, ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള പഠനത്തിന് നമുക്ക് എന്താ പറയാ, അത് ഐഡന്റിഫൈ ചെയ്യുക. ഒരു പുതിയൊരു ടോപ്പിക്ക്, അല്ലെങ്കിൽ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കിന്റെ പുതിയൊരു വശം കണ്ടെത്തിക്കൊണ്ട് അതിനെ പഠിക്കുന്നതിന് നമുക്ക് ഐഡന്റിഫൈയിങ് പ്രോബ്ലം എന്ന് പറയാം. ആദ്യം തന്നെ നമ്മൾ റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഇതാണ് ചെയ്യേണ്ടത്, എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. പിന്നീട് അതിനെക്കുറിച്ച് ഒരു ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യണം. ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഒരു ബേസിക് ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊഹമാണ്, ഊഹിക്കുക എന്ന് പറയാം നമുക്ക്. പക്ഷെ അതിലേക്ക് ഒരു സംഗതി കൂടി കൂടുതൽ ചേർക്കാനുണ്ട്. കാൽക്കുലേറ്റഡ് ഊഹമാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. നമ്മൾ വെറുതെ ഊഹിക്കുകയല്ല, അത് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് കണക്ക് കൂട്ടിയിട്ടുള്ള ഊഹിക്കലാണ്. ഇപ്പൊ ഞാൻ ഒബ്സർവ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇന്നതാണ്, അതിൻ്റെ അകത്ത് ഇതാണ് നടക്കാൻ സാധ്യതയുള്ളത് എന്ന് റിസർച്ച് തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് മനസ്സിലായ ചില പ്രൈമറി സംഗതികൾ വെച്ചുകൊണ്ട് പറയുന്നതിനാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുക. എന്നിട്ട് അതിനുശേഷം നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നു, അത് അനലൈസ് ചെയ്യുന്നു, കൺക്ലൂഷനിലേക്ക് എത്തുന്നു. എന്നിട്ട് ഈ കൺക്ലൂഷനും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മൾ ആദ്യം വെച്ചിട്ടുള്ള ഊഹവും തമ്മിൽ ഒത്തുപോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നിടത്താണ് നമ്മുടെ റിസർച്ച് അവസാനിക്കുന്നത്. ഇപ്പോൾ റിസർച്ചിന്റെ അകത്ത് നമുക്ക് തിയറീസ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ തിയറി പൊതുവെ ഡാറ്റ അനാലിസിസിനെ സഹായിക്കാൻ വേണ്ടിയിട്ട്, ഡാറ്റ അനാലിസിസ് കഴിഞ്ഞതിന് ശേഷം അതിനെ ഒരു ഫ്രെയിം വർക്കിന്റെ അകത്തേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് തിയറീസ് സഹായിക്കുന്നത്. ഇതിന്റെ കൂടെ ഒരു റിസർച്ചറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആവശ്യമുള്ള ക്വാളിറ്റീസ് എന്ന് പറയുന്നത് ഒന്ന് ലോജിക്കൽ തിങ്കിങ് ആണ്. അയാൾക്ക് ലോജിക്കലി
കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം. കൃത്യമായിട്ട് റിസർച്ചിന്റെ റൂൾസ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം. അതേപോലെ തന്നെ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം. തന്റെ ഇമാജിനേഷൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും അയാൾക്ക് നിർബന്ധമായിട്ടും സാധിക്കണം. ഓക്കെ, നമുക്ക് നമ്മുടെ ഇൻട്രൊഡക്ഷന് ശേഷം ഫസ്റ്റ് പാർട്ടിലോട്ട് പോവാം. ആൾട്ടർനേറ്റീവ്സ് ടു സോഷ്യൽ റിസർച്ച്. സോഷ്യൽ റിസർച്ചിന് ചില ആൾട്ടർനേറ്റീവ്സ് നമുക്ക് നമ്മുടെ നാടുകളിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. സോഷ്യൽ റിസർച്ച് അല്ലാത്ത എന്നാൽ റിസർച്ച് പോലെ തോന്നിക്കുന്ന ചില സംഗതികൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിൽ പ്രധാനപ്പെട്ടതാണ് കോമൺ സെൻസ് നോളജ് എന്ന് പറയുന്നത്. സാധാരണ പൊതുവെ ജേർണലിസ്റ്റിക് ഒക്കെ ആയിട്ടുള്ള റിസർച്ചുകളിൽ നമുക്ക് കൂടുതലായിട്ട് ഇത്തരം സംഗതികൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. സോഷ്യൽ റിസർച്ചിൽ നിന്ന് ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നിങ്ങൾ പത്രത്തിന്റെ ഒക്കെ എഡിറ്റോറിയൽ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ചില സംഗതികളൊക്കെ കാണാൻ സാധിക്കും. പക്ഷെ അത് പലപ്പോഴും വളരെ കോമൺ സെൻസിക്കൽ ആയിട്ടുള്ള ചില തിയറൈസേഷനിലേക്ക് എത്തിപ്പെടുന്നതായിട്ടും നമുക്ക് കാണാം. അപ്പോൾ ഇത്തരം കോമൺ സെൻസിക്കൽ ആൻഡ് സോഷ്യോളജിക്കൽ അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് റിസർച്ച് ബേസ്ഡ് നോളജും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതാണ് ഞാൻ ഈ ഒരു 2 ബോക്സിലൂടെ പറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ഒന്ന്, കോമൺ സെൻസ് നോളജ് എന്ന് പറയുന്നത് എന്താണ്? പെർട്ടിക്കുലർ ആൻഡ് ലോക്കലൈസ്ഡ് ആണ്. ഒരു പ്രത്യേക പ്രദേശത്തേക്ക് ഒരു പ്രത്യേക ടൈമിൽ, ഒരു പ്രത്യേക ടൈം പീരീഡ്, ഒരു പ്രത്യേക കാലഘട്ടത്തിന് മാത്രം ഉതകുന്ന തരത്തിലുള്ള നോളജിനെ നമുക്ക് കോമൺ സെൻസിക്കൽ നോളജ് എന്ന് വിളിക്കാം. സോഷ്യോളജിക്കൽ നോളജ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് റിസർച്ച് ബേസ്ഡ് നോളജ് എന്ന് പറയുന്നത് അവ ജനറൽ ആയിരിക്കണം, അതേപോലെ തന്നെ യൂണിവേഴ്സൽ ആക്കാൻ. ജനറൽ ആയിരിക്കണം, പൊതുവായിരിക്കണം എന്ന് മാത്രമല്ല യൂണിവേഴ്സൽ ആവാൻ സാധ്യതയുള്ളത് കൂടി ആയിരിക്കണം എന്നാണ് പറയുന്നത്. രണ്ടാമത്തത്, കോമൺ സെൻസ് നോളജ് അൺറിഫ്ലക്റ്റീവ് ആണ്. റിഫ്ലെക്സിവിറ്റി നമുക്ക് ഈ ഒരു വരുന്ന ചാപ്റ്റർ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അൺറിഫ്ലക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്നാണ് എനിക്ക് ഈ നോളജ് കിട്ടിയത് എന്നുള്ളത് കോമൺ സെൻസ് നോളജ് ഒരിക്കലും അന്വേഷിക്കുന്നില്ല. അതേസമയം സോഷ്യൽ സയൻസ് റിസർച്ച് നോളജ്, സോഷ്യോളജിക്കൽ നോളജ് കൃത്യമായിട്ട് അത് എവിടെ നിന്നാണ് എൻ്റെ നോളജ് വന്നിട്ടുള്ളത്, അതിന് കൃത്യമായിട്ട് എവിഡൻസ് വെക്കണം, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചതിന്റെ തെളിവുകൾ നിരത്തണം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് തന്നെ ഉണ്ടായിട്ടുള്ള ചില പ്രീ കൺസെപ്ഷൻസ് അതൊക്കെ ഒഴിവാക്കിയിട്ട് വാല്യൂ ഫ്രീ ആയിട്ട് വേണം സോഷ്യൽ റിസർച്ച് നടത്താൻ എന്നുള്ളതാണ് പറയുന്നത്. മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത്, കോമൺ സെൻസ് നോളജ് ഭയങ്കര ഹൈലി വേരിയബിൾ ആണ്. മാറാൻ നല്ല ചാൻസ് ഉണ്ട്. ഇന്ന് ഒരാൾ പറയുന്നതായിരിക്കില്ല നാളെ പറയുന്നത്. അയാളുടെ അഭിപ്രായം ഒരു ദിവസം കൊണ്ട് തന്നെ മാറാൻ സാധ്യതയുള്ളതാണ്. അപ്പോ സോഷ്യൽ റിസർച്ച് അതേസമയം ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അത് മാറാൻ പാടില്ല. ഇന്ന് കൃത്യമായിട്ടുള്ള എവിഡൻസോട് കൂടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, കൃത്യമായിട്ടുള്ള സിസ്റ്റമാറ്റിക് കമ്പാരിസൺ നടത്തിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഒരിക്കലും മാറാൻ വേണ്ടിയിട്ട് പാടില്ല. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, കോമൺ സെൻസ് പൊതുവെ യുട്ടോപ്പിയൻ ആയിട്ടുള്ള വളരെ ഐഡിയൽ ആയിട്ടുള്ള ചില സംഗതികളെ കുറിച്ച് പറഞ്ഞു വെക്കും. ചില ആളുകളെ കുറിച്ച്, ചില ഗ്രൂപ്പ്സിനൊക്കെ കുറിച്ച് പ്രത്യേകിച്ച് എവിഡൻസ് ഒന്നും ഇല്ലാതെ തന്നെ അവർ വളരെ നല്ല ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ്, അവർ ഭംഗിയുള്ള ഒരു കൂട്ടം ആളുകളാണ് എന്നൊക്കെ തരത്തിലുള്ള ചില യുട്ടോപ്പിയൻ ഐഡിയാസ് ചില ആളുകളെ കുറിച്ച്, പ്രദേശത്തിനെ കുറിച്ച്, ചിലപ്പോൾ ചില ഐഡിയാസിനെ കുറിച്ചൊക്കെ പറഞ്ഞു വെക്കാനുള്ള സാധ്യതയുണ്ട്. സോഷ്യോളജിക്കൽ നോളജ് അതേസമയം വളരെയധികം റിയാലിറ്റിയിൽ ബേസ്ഡ് ആണ്. എന്താണ് ശരിക്കും ഒരു നാട്ടിൽ നടന്നിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കും, അല്ലെങ്കിൽ അതിന് സാധിക്കണം എന്നുള്ളതാണ്. കോമൺ സെൻസ് നോളജിന്റെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് അത് ബയാസ്ഡ് ആണ്, പാർഷ്യാലിറ്റി കാണിക്കും. ചില ആളുകളെ, നമുക്ക് താല്പര്യമുള്ള ആളുകളോട് കുറച്ചധികം നമ്മൾ അവര് വളരെ നല്ല ആളുകളാണ്, അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷിയുണ്ട് തുടങ്ങിയിട്ടുള്ള ടേംസ് ഉപയോഗിച്ചുകൊണ്ട് വളരെ ബയാസ്ഡ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, ഒരാളെ സുഖിപ്പിക്കുകയും അപ്പുറത്ത് മറ്റൊരാളെ വിഷമിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലൊക്കെയുള്ള സംസാരങ്ങൾ പൊതുവെ കോമൺ സെൻസിക്കൽ നോളജിന്റെ അകത്ത് വരാറുണ്ട്. അത് തെറ്റായിട്ടുള്ള റിസൾട്ട്സിലേക്ക് എത്തിക്കുകയും ചെയ്യും. അതേസമയം സോഷ്യോളജിക്കൽ നോളജ് എന്ന് പറയുന്നത് ഇത്തരം വാല്യൂസിൽ വിശ്വസിക്കുന്നില്ല, ഇംപേഴ്സണൽ ആണ്, ബയാസസ് ഉണ്ടാവില്ല, പാർഷ്യാലിറ്റി ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക. ഈ ഒരു ബോക്സിൽ ചെറിയൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഷ്യോളജിക്കൽ നോളജ് ഈ തരത്തിൽ എപ്പോഴും ജനറൽ ആവുകയോ വാല്യൂ ന്യൂട്രൽ ആവുകയോ റിയാലിറ്റിയെ തന്നെ ബേസ് ചെയ്തിട്ടുള്ളതാണ് എന്നും മിക്കവാറും സ്കോളേഴ്സ് ഇപ്പോൾ ആർഗ്യൂ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതിന്റെ ഒരു തെളിവുകളൊക്കെ നമുക്ക് വരുന്ന ചാപ്റ്ററുകളിലും ചിലത് ഈ ചാപ്റ്ററിൽ തന്നെ നമുക്ക്
പഠിക്കാനായിട്ടും സാധിക്കും. എന്തായാലും ഈ ഒരു ഡിഫറൻസ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി ഈ കോമൺ സെൻസിനെ കുറിച്ച് പല ഡിഫറെന്റ് തിയറട്ടിക്കൽ ബാക്ക്ഗ്രൗണ്ടിലൊക്കെയുള്ള ആളുകൾ എന്താണ് പറയുന്നത് എന്നുള്ളത് നോക്കാം. ഒന്ന്, ഫിനോമിനോളജിക്കൽ സോഷ്യോളജി, ആൽഫ്രഡ് ഷൂട്ട്സ്. നിങ്ങൾ ഓൾറെഡി കേട്ട് പരിചയമുള്ള പേരായിരിക്കാം. ഫിനോമിനോളജി എന്ന് പറയുന്ന തിയറട്ടിക്കൽ ബേസ് പൊതുവെ ഹ്യൂമൻ കോൺഷ്യസ്നെസ്സിനെ ബേസ് ചെയ്തിട്ടാണ് പഠനങ്ങൾ നടത്തിയിട്ടുള്ളത്. അപ്പൊ അവര് പറയുന്നത് കോമൺ സെൻസ് നോളജ് എന്ന് പറയുന്നത് ഓർഗനൈസ്ഡ് ആണ്, സമൂഹത്തിൽ ഓർഗനൈസ്ഡ് ആയിട്ട് നിലനിൽക്കുന്ന ഒരു നോളജ് ആണ്. അത് അൺഎക്സാമിൻഡ് സ്റ്റോക്സ് ഓഫ് നോളജ് ആണ്. അവ പരിശോധിക്കപ്പെടാത്ത, ആളുകൾക്ക് ചില അറിവുകളുണ്ട്, ആ അറിവുകൾ ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കപ്പെടാത്ത അറിവുകളെ കുറിച്ചാണ് കോമൺ സെൻസ് നോളജ് എന്ന് വിളിക്കുന്നത് എന്നാണ് ഫിനോമിനോളജിക്കൽ സോഷ്യോളജി പറയുന്നത്. അതേസമയം സിംബോളിക് ഇന്ററാക്ഷനിസം വീണ്ടും നിങ്ങൾക്ക് പരിചയമുള്ള തിയറട്ടിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. അപ്പൊ അവര് പറയുന്നത് ആളുകളുടെ കൺസെപ്ഷൻ ഓഫ് സോഷ്യൽ വേൾഡ്, അതാണ് കോമൺ സെൻസ് നോളജ് എന്നാണ്. ആളുകൾ എങ്ങനെയാണ് ലോകത്തിനെ, അവരുടെ സാമൂഹിക ലോകത്തിനെ നോക്കിക്കാണുന്നത്, അതിനെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് കോമൺ സെൻസ് നോളജ് എന്ന് പറയുന്നത് എന്നാണ് അവരുടെ അഭിപ്രായം. ഇപ്പൊ ഡർക്കെയിം അതേസമയം, ഡർക്കെയിമിന്റെ നമുക്ക് നേരത്തെ കണ്ടിട്ടുള്ള നമ്മുടെ ബോക്സുമായിട്ട് കുറച്ചുകൂടി ഒത്തുപോകുന്ന തരത്തിലുള്ള ഒരു ഡെഫിനിഷനാണ് ഡർക്കെയിം പറയുന്നത്. ഡർക്കെയിം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സയന്റിഫിക് നോളജും കോമൺ സെൻസ് നോളജും രണ്ടും രണ്ടാണ്. അവയെ രണ്ട് തട്ടിൽ തന്നെ വെക്കണം. ഇത് നമ്മൾ എപ്പോഴും കോമൺ സെൻസ് നോളജിന്റെ അപ്പുറം കടന്നുകൊണ്ടാണ് സോഷ്യോളജിക്കൽ നോളജ് ബിൽഡ് ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് ചില കാരണങ്ങളുണ്ട്, നമ്മൾ ഡർക്കെയിമിനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യാം. വീണ്ടും മാർക്സിസം കോമൺ സെൻസ് നോളജിനെ കുറിച്ച് പറയുന്നത് കോമൺ സെൻസ് നോളജ് ഓഫൻ ഈസ് ഐഡിയോളജിക്കൽ ആൻഡ് ലിമിറ്റഡ്. ഐഡിയോളജിക്കൽ ആണ്, പ്രത്യയശാസ്ത്രപരമാണ്, അതേപോലെ തന്നെ ലിമിറ്റഡ് ആണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ മിക്കവാറും ഐഡിയോളജി എന്ന് പറയുന്നത്, ഒരു സമൂഹത്തിന്റെ ഐഡിയോളജി എന്ന് പറയുന്നത് മിക്കവാറും ഡോമിനന്റ് ആയിട്ടുള്ള ആ നാട്ടിലെ ഡോമിനന്റ് ഗ്രൂപ്പിന്റെ ഐഡിയോളജി ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഐഡിയോളജി ഫോളോ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം തെറ്റും ശരിയുമെല്ലാം ആ ഐഡിയോളജിക്ക് അകത്ത് നിന്നുകൊണ്ട് മാത്രമേ ഫോം ചെയ്യുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം നോളജുകൾ തെറ്റാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മാർക്സിസം പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ആൾട്ടർനേറ്റീവിലേക്ക് പോവാം. കോമൺ സെൻസ് നോളജ് കഴിഞ്ഞതിന് ശേഷം മറ്റൊരു ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് നോളജിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസസ്, നമുക്ക് ഒരുപാട് പേഴ്സണൽ എക്സ്പീരിയൻസസ് ഉണ്ടാവും. പക്ഷെ ഇത്തരം പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ നോളജ് ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജഡ്ജ്മെന്റിന്റെ ഫലമായിട്ട്, ജഡ്ജ്മെന്റിൽ വരുന്ന തെറ്റുകളുടെ ഫലമായിട്ട് ശരിയല്ലാത്ത ഇൻഫർമേഷൻസ് നമുക്ക് ലഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ജഡ്ജ്മെന്റിൽ ഡിസ്റ്റോഷൻസ് സംഭവിക്കാൻ, തെറ്റ് സംഭവിക്കാനുള്ള നല്ല സാധ്യതകളുണ്ട്. അപ്പോൾ ഇത്തരം സംഭവിക്കാൻ സാധ്യതയുള്ള 4 തരം തെറ്റുകളെ കുറിച്ച് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് ഓവർ ജനറലൈസേഷൻ ആണ്. നമ്മളൊരു ചെറിയ സിമ്പിൾ കേസ്, നമ്മൾ കണ്ട ഒരു പ്രത്യേക കേസ് മാത്രം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ 2 or 3 കേസ് മാത്രം വെച്ചുകൊണ്ട് നമ്മൾ ഓവറായിട്ട് ജനറലൈസ് ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു റിസർച്ചർ, ഇതൊരു ഐഡിയൽ നിങ്ങൾ റിയൽ എക്സാമ്പിൾ ആയിട്ട് കാണേണ്ട, കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. ഒരു റിസർച്ചർ വരുന്നു, അദ്ദേഹം കറുത്ത ഒരു പൂച്ചയെ കാണുന്നു, വീണ്ടും അയാൾ നടക്കുന്നു, മറ്റൊരു കറുത്ത പൂച്ചയെ കാണുന്നു. ഇത് വെച്ചുകൊണ്ട് അയാൾ എഴുതുകയാണ് തന്റെ റിസർച്ച് പ്രൊജക്റ്റില് പൂച്ചകളെല്ലാം കറുത്തതാണ് എന്ന് പറയുന്നതോട് കൂടിയിട്ട് അവിടെ എന്ത് സംഭവിച്ചു? കൃത്യമായിട്ടുള്ള എവിഡൻസുകൾ കംപ്ലീറ്റ് ആയിട്ട് അയാൾ ശേഖരിക്കാതെ ഓവർ ജനറലൈസ് ചെയ്യാണ് അവിടെ ചെയ്തിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ഒരു എറർ എന്ന് പറയുന്നത് സെലക്റ്റീവ് ഒബ്സർവേഷൻ ആണ്. ചില സംഗതികൾ മാത്രം തെരഞ്ഞെടുത്തുകൊണ്ട്, ചില സംഗതികൾ മാത്രം കാണണം എന്ന് നിർബന്ധം പിടിച്ചുകൊണ്ട്, അവ മാത്രം കണ്ടുകൊണ്ട് ഒരു സിറ്റുവേഷനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിന് നമുക്ക് സെലക്റ്റീവ് ഒബ്സർവേഷൻ എന്ന് പറയാം. അപ്പൊ നമ്മൾ ഓൾറെഡി ഫീൽഡിൽ പോകുന്നതിന് മുമ്പ് തീരുമാനിച്ചിട്ടുണ്ടാവും, ഈ ഒരു സംഗതിയാണ് എനിക്ക് ഫീൽഡിൽ കാണേണ്ടതായിട്ടുള്ളത്, ഈ ഒരു തിയറിയാണ് എനിക്ക് ഫീൽഡിൽ നിന്ന് പ്രൂവ് ചെയ്യേണ്ടതായിട്ടുള്ളത്, അപ്പൊ അത് മാത്രമേ ഞാൻ കാണുള്ളൂ, ഫീൽഡിൽ പുതുതായിട്ട് കാണുന്നത് വേറെ ഒന്നും ഞാൻ ആക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ള ലെവലിൽ നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ഉണ്ടായിട്ടുള്ള പ്രീ കൺസെപ്ഷൻസ് വെച്ചുകൊണ്ട് സെലക്റ്റീവ് ഒബ്സർവേഷൻ നടത്താനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന് പ്രീമെച്വർ ക്ലോഷർ ആണ്. പ്രീമെച്വർ എന്ന് പറഞ്ഞാൽ മെച്വർ എത്തുന്നതിന്റെ മുമ്പേ,
പക്വത എത്തുന്നതിന് മുമ്പേ തന്നെ ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്നത് നമ്മുടെ റിസർച്ച് കൃത്യമായിട്ടുള്ള എവിഡൻസുകളെല്ലാം കളക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വളരെ കുറഞ്ഞ എവിഡൻസുകൾ തന്നെ കളക്ട് ചെയ്തുകൊണ്ട് അവ വെച്ചുകൊണ്ട് നമ്മൾ അനാലിസിസ് നടത്താൻ ശ്രമിക്കുക, അവ വെച്ചുകൊണ്ട് തിയറൈസേഷൻ നടത്താൻ ശ്രമിക്കുക. ഇങ്ങനെ സംഭവിക്കുമ്പോൾ പ്രീമെച്യൂർ ക്ലോഷർ എന്ന് പറയുന്ന ഒരു എറർ വരാനുള്ള സാധ്യതയുണ്ട്. നാലാമത്തെ ഒരു എറർ എന്ന് പറയുന്നത് ഹാലോ ഇഫക്റ്റ് ആണ്. ഇവിടെ സംഭവിക്കുന്നത് നമുക്ക് ചില ആളുകളെ കുറിച്ച് അല്ലെങ്കിൽ ചില സ്ഥലങ്ങളെ കുറിച്ച് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഇമേജ് ഉണ്ടാവാം. ഇപ്പോൾ നമ്മൾ റിസർച്ച് ചെയ്യുന്ന ഫീൽഡിൽ പോയി കഴിഞ്ഞിട്ട് ഒരാളെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അയാളെ കുറിച്ച് നമുക്ക് മുൻപേ ഒരു പ്രീ കൺസീവ്ഡ് നോഷൻ ഉണ്ട്. ആളുകൾ അയാളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആള് ഭയങ്കര ഫിലോസഫർ ആണ്, ഒരുപാട് ചിന്തിക്കുന്ന ആളാണ്, നല്ല അനാലിസിസ് കപ്പാസിറ്റി ഉള്ള ആളാണ്, എല്ലാം കൃത്യമായിട്ട് അറിയുന്ന ആളാണ് എന്ന് പറഞ്ഞ് കേട്ട ഒരാളെ കുറിച്ച് നമ്മൾ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ പൊതുവെ അയാൾ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ് എന്ന് അന്വേഷിച്ചു നോക്കാതെ അയാൾ തരുന്ന ഇൻഫർമേഷൻ എല്ലാം അതേപടി നമ്മൾ റിസർച്ചിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് ഹാലോ ഇഫക്റ്റ് ആയി. ഇവിടെ നമ്മുടെ പ്രീ കൺസീവ്ഡ് നോഷൻസ് മാറ്റിവെച്ചതിന് ശേഷം നമ്മൾ അയാൾ പറയുന്ന ഇൻഫർമേഷൻ ശരിയാണോ അല്ലേ എന്നുള്ളത് ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അത് കണ്ടെത്താൻ അതിന് എവിഡൻസസ് ഉണ്ടോ, പറയുന്നതിന് എവിഡൻസ് ഉണ്ടോ, വെറുതെ പറയുന്നതാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി അന്വേഷിച്ചതിന് ശേഷം മാത്രം ഒരു കൺക്ലൂഷനിൽ എത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഹാലോ ഇഫക്റ്റ് എന്ന് പറയുന്ന എറർ അവിടെ സംഭവിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഇൻ സോഷ്യൽ റിസർച്ച് എന്ന് പറയുന്ന ഒരു ഹെഡിങ് ആണ്. ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. സി റൈറ്റ് മിൽസ് എന്ന് പറയുന്ന സ്കോളറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്കാണ്. സോഷ്യോളജി പഠിക്കുന്ന എല്ലാവരും ബേസിക് ടെക്സ്റ്റ് ആയിട്ട് വായിക്കേണ്ട ഒരു ടെക്സ്റ്റ് കൂടിയാണ്. ആരും വായിച്ചിട്ടില്ലെങ്കിൽ ദയവ് ചെയ്തിട്ട് വളരെ ചെറിയൊരു പോർഷൻ ആണ്, അത് വായിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് സോഷ്യൽ റിസർച്ചിന് സഹായിക്കുന്നത്? സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഒരു പ്രത്യേകതരം പുതിയതരം ഇമാജിനേഷൻ ആണ് ലോകത്തിനെ കുറിച്ചുള്ള. ഈ ഒരു ഇമാജിനേഷൻ എങ്ങനെയാണ് നമ്മളെ സോഷ്യൽ റിസർച്ചിനെ സഹായിക്കുന്നത് എന്നാണ് ഈ ഒരു ഭാഗത്ത് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ പിന്നെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന സംഗതി എന്തിനാ നമ്മളെ സഹായിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദൈനംദിന ഡെയിലി ലൈഫ്സിൽ നിന്ന് മാറിയിട്ട് കുറച്ചുകൂടി അതിനെ പുറത്തു നിന്ന് നോക്കിക്കാണാനുള്ള ശേഷി നമുക്ക് തരുന്ന ഒരു ഇമാജിനേഷൻ കപ്പാസിറ്റി തരുന്ന ഒരു തിങ്കിങ് പ്രോസസ് ആണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകളാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇവ രണ്ടും മനസ്സിലാക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിവിടെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയമില്ല. അപ്പോൾ അതിൻ്റെ ബ്രീഫായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ ഒക്കെ പേഴ്സണൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ ആളുകളുടെ പേഴ്സണൽ പ്രോബ്ലംസ് എങ്ങനെയാണ് ഒരു പബ്ലിക് ഇഷ്യൂ ആയിട്ട് മാറുന്നത്. അദ്ദേഹം ടെക്സ്റ്റിൽ അൺഎംപ്ലോയ്മെന്റിന്റെ ഒക്കെ ഇഷ്യൂവിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഒരു വ്യക്തിയുടെ അൺഎംപ്ലോയ്മെന്റ് ആ വ്യക്തി നോക്കുന്ന സമയത്ത് അയാളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കഴിവുകേട്, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്തത് കൊണ്ട്, എനിക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ് എനിക്ക് ജോലി കിട്ടാത്തത് എന്നുള്ളതാണ് അയാളുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അയാൾക്ക് ജോലി അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ചുള്ള അയാളുടെ കൺസെപ്റ്റ് അതാണ്. അതേസമയം ഒരു സോഷ്യോളജി പഠിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ചുറ്റും അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകളെ കാണുന്നുണ്ട്. അപ്പോൾ ഒരാൾക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്. യൂത്ത് അൺഎംപ്ലോയിഡ് ആണ് വലിയൊരു പെർസെൻറ്റേജ് എന്ന് അറിയുന്ന ഒരു സോഷ്യോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് കേവലമായിട്ടുള്ള ഒരാളുടെ പേഴ്സണൽ ഇഷ്യൂ കൊണ്ട് സംഭവിക്കുന്നതല്ല, നേരെ മറിച്ച് ഈ ഒരു സിസ്റ്റത്തിന്റെ ഇഷ്യൂ കൊണ്ട് സംഭവിക്കുന്നതാണ് എന്നുള്ള ഒരു മനസ്സിലാക്കലിലേക്ക് അയാൾക്ക് വളരാൻ വേണ്ടിയിട്ട് സാധിക്കും. അവിടെയാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആളുകളുടെ ബയോഗ്രഫിയും അതേപോലെ തന്നെ ഹിസ്റ്ററിയും തമ്മിൽ വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ലോകം തന്നെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ ഇൻഡിവിജ്വൽസും ഹിസ്റ്ററിയുമായിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ളത് ഒരു സോഷ്യോളജിസ്റ്റ് മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. നമ്മൾ സ്പേസിൽ അല്ലെങ്കിൽ ഒന്നുമായിട്ട് ബന്ധമില്ലാതെ നിൽക്കുന്ന ജീവികളല്ല, അല്ലെങ്കിൽ കേവലം അനിമൽസ് അല്ല നമ്മൾ, നേരെ മറിച്ച് നമ്മൾ ഹിസ്റ്ററിയുമായിട്ട് കൃത്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള കണ്ടംപററി സോഷ്യൽ വേൾഡുമായിട്ട് കൃത്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഈ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ മതി, 1947 നടന്നിട്ടുള്ള സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് നമ്മൾ അഫക്ട് ചെയ്തിട്ടുണ്ടല്ലോ ഇൻഡിവിജ്വൽ ലെവലിൽ.
അപ്പൊ ഹിസ്റ്ററി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ബയോഗ്രഫിയുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഒരു കൊളീഷൻ സംഭവിച്ചിട്ടുണ്ട്. ഇതേപോലെ ലോകത്ത് നടക്കുന്ന ഓരോ സംഗതികൾക്കും നമ്മുടെ ജീവിതത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്, വ്യക്തികളുടെ ബയോഗ്രഫിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ വ്യക്തികളെ കേവലം വ്യക്തികളായിട്ട് കാണാതെ സമൂഹവും ചരിത്രവും എല്ലാം ഒന്നിച്ചു ചേരുന്ന ഒരു സംഗതിയായിട്ട് കാണാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് സോഷ്യൽ റിസർച്ചിനെ കുറച്ചുകൂടി നല്ല രീതിയിൽ കുറച്ചും കൂടി ഡീപ്പായിട്ട് ഇന്റർപ്രിറ്റേറ്റീവ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഡർക്കൈം എന്താണ് സോഷ്യോളജിക്കൽ റിസർച്ചിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഡർക്കൈമിനെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ സയൻസ് റിസർച്ചും നാച്ചുറൽ സയൻസ് റിസർച്ചും രണ്ടും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് റിസർച്ച് പ്രോസസ്സാണ്. അങ്ങനെ തന്നെയാണ് മിക്കവാറും സ്കോളേഴ്സ് കരുതി വെച്ചിട്ടുള്ളതും. നമ്മൾ പഠിക്കുന്നതിൽ അഗസ്റ്റ് കോംപ്റ്റ് എന്ന് പറയുന്ന നമ്മുടെ ഫാദർ ഓഫ് സോഷ്യോളജി എന്നൊക്കെ വിളിക്കാറുള്ള അദ്ദേഹത്തിന്റെ ഐഡിയ ഒഴിച്ച് ബാക്കിയുള്ള മിക്കവാറും സ്കോളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസിക്കൽ സ്കോളേഴ്സ് തൊട്ടുള്ള ആളുകൾ പൊതുവെ ഈ ഒരു ഡിഫറൻസ് നമുക്ക് വരച്ച് കാണിച്ചു തരുന്നുണ്ട്. ഡർക്കൈം സോഷ്യോളജി ഒരു സെപ്പറേറ്റ് ഡിസിപ്ലിൻ ആയിട്ട് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ഒരു സ്കോളർ കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മെത്തഡോളജിയിൽ അതിന്റെ ഒരുപാട് തെളിവുകൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. എങ്ങനെയാണ് സോഷ്യോളജിക്കൽ പ്രൂഫ്സ്, തെളിവുകൾ എങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതിന് അദ്ദേഹം രണ്ട് പ്രൊസീജിയേഴ്സ് പറയുന്നുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ്, കാര്യകാരണങ്ങൾ, ഇങ്ങനെയാണ് ഒരു സംഗതി എന്തുകൊണ്ട് സംഭവിച്ചു, കോസും അതുണ്ടാക്കിയിട്ടുള്ള ഇഫക്റ്റും, എന്ത് ഇഫക്റ്റ് ആണ് ഒരു സംഗതി സംഭവിച്ചത് കൊണ്ട് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതും അങ്ങനെ പരസ്പരം കണക്ട് ചെയ്യണം നമ്മൾ സോഷ്യൽ വേൾഡിന്റെ അകത്ത് നിന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതേപോലെ തന്നെ കൺകോമിറ്റന്റ് വേരിയേഷൻ എന്ന് പറയുന്നത് വേറൊരു രീതിയിലൊരു കോസ് ആൻഡ് ഇഫക്ട് റിലേഷൻ ആണ്. അതേസമയം ഇതിന്റെ അകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേരിയബിൾ അല്ലെങ്കിൽ മാറാൻ സാധ്യതയുള്ള ഒരു കൺസെപ്റ്റ് മറ്റൊരു കൺസെപ്റ്റുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്, ഒന്ന് മാറുന്ന സമയത്ത് മറ്റൊരു കൺസെപ്റ്റും മാറുന്നതിനെ നമുക്ക് കൺകമിറ്റന്റ് വേരിയേഷൻ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോ ഇതൊന്നും നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട ഏരിയകളല്ല. അപ്പോൾ അത് നമ്മൾ മാറ്റി വെച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഈ രണ്ട് രീതിയിൽ സോഷ്യോളജിക്കൽ പ്രൂഫ്സ് നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ട് രണ്ട് രീതിയിലുള്ള മെത്തേഡ്സ് ആണ് നമുക്ക് യൂസ് ചെയ്യാവുന്നത്. അതിൽ ഒന്നെന്ന് പറയുന്നത് എക്സ്പെരിമെന്റൽ മെത്തേഡാണ്. എന്നാൽ ഇത് കൂടുതലായിട്ട് നാച്ചുറൽ സയൻസിലാണ് യൂസ് ചെയ്ത് കാണുന്നത്. കാരണം എക്സ്പെരിമെന്റ്സ് എന്ന് പറയുന്നത് കൂടുതൽ ലാബിൽ നമുക്ക് ചെയ്യാൻ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു മെത്തേഡാണ്. അതേസമയം നോൺ എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള കമ്പാരിറ്റീവ് മെത്തേഡാണ് പൊതുവെ ഡർക്കൈം പ്രിഫർ ചെയ്യുന്നത് സോഷ്യോളജിക്കൽ പ്രൂഫ് കണ്ടെത്താനായിട്ട്. അപ്പൊ ഇത് ശ്രദ്ധിച്ചു വെക്കാം. അഗസ്റ്റ് കോംപ്റ്റ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഹിസ്റ്റോറിക്കൽ മെത്തേഡ്, അതേപോലെ തന്നെ ജോൺ സ്റ്റുവാർട്ട് മില്ലർ എന്നൊക്കെ പറയുന്ന സ്കോളേഴ്സ് ഫോളോ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുള്ള പല മെത്തേഡ്സും അദ്ദേഹം റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. അദ്ദേഹം കുറച്ചുകൂടി ഈ പറയുന്ന കമ്പാരിറ്റീവ് മെത്തേഡ് ഫോളോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു സ്കോളറാണ്. ജോൺ സ്റ്റുവാർട്ട് മില്ലിന്റെ തന്നെ കൺകമിറ്റന്റ് വേരിയേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് അദ്ദേഹം എടുക്കുന്നുണ്ട്. കൺകമിറ്റന്റ് വേരിയേഷൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം നടക്കുന്ന സമയത്ത് ക്രൈം റേറ്റ് കൂടും എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കുക. അവിടെ യുദ്ധം നടക്കുന്നു എന്നുള്ളതിന്റെ ഒപ്പം തന്നെ സംഭവിക്കുന്ന ഒന്നാണ് ക്രൈം റേറ്റ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുന്ന സംഗതി. അത് തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇത്തരം പ്രോസസ്സുകൾ നമുക്ക് കൺകമിറ്റന്റ് വേരിയേഷൻ എന്ന് വിളിക്കാവുന്നതാണ്. ഓക്കെ, ഇനി അദ്ദേഹം ഇത്തരം പഠനങ്ങൾ, സോഷ്യോളജിക്കൽ പ്രൂഫ്സ്, ഇത്തരം പഠനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് 3 തരത്തിലുള്ള മെത്തേഡ്സ് പ്രിഫർ ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് സിംഗിൾ യുണീക് സൊസൈറ്റി, ഒരൊറ്റ സിംഗിൾ ആയിട്ടുള്ള സൊസൈറ്റി എക്സ്റ്റെൻസീവ് ആയിട്ട് അതിനെ തന്നെ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ഉപയോഗിച്ചിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരുപാട് സൊസൈറ്റികളെ, ഒരേ രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരേ ടൈപ്പ് ഒരുപാട് സൊസൈറ്റികളെ പരസ്പരം കമ്പയർ ചെയ്തുകൊണ്ട് പഠിക്കുക എന്നുള്ളതാണ് സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത്. മൂന്നാമത്തേത് ജെനറ്റിക് മെത്തേഡ് എന്ന് വിളിക്കുന്ന മെത്തേഡില് ഇതിൽ പഠിക്കുന്നത് ചില പ്രത്യേക എലമെന്റ്സിനെ കുറിച്ചാണ്. ഒന്നെങ്കിൽ റിലീജിയൻ, അല്ലെങ്കിൽ ഫാമിലി, അല്ലെങ്കിൽ എക്കണോമിക് സിസ്റ്റം, ഇങ്ങനെയുള്ള എലമെന്റ്സ് കാലാകാലങ്ങളായിട്ട് ഡിഫറെന്റ് സൊസൈറ്റിയിൽ എങ്ങനെ വർക്ക് ചെയ്തു എന്നുള്ളത്, ആ ഒരു എലമെന്റിനെ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഒരു തേർഡ് ടൈപ്പ് ഓഫ് മെത്തേഡ് എന്ന് അദ്ദേഹം പറയുന്നത്.
ഇത്രയും സംഗതികളാണ് ഡർക്കൈമിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഈ ഒരു യൂണിറ്റിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അതിലേക്ക് ഒന്ന് ഓടിച്ചു പോവാം. ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് ക്വാളിറ്റി എന്ന് പറയുന്ന വാക്ക് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് കാര്യം ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും, ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റിയിൽ നിന്നാണ് വരുന്നത്, ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്നത് ക്വാളിറ്റിയിൽ നിന്നാണ് വരുന്നത്. നമുക്ക് ഇവിടെ എണ്ണമല്ല പ്രധാനം, നേരെ മറിച്ച് അതിന്റെ ക്വാളിറ്റിയാണ് പ്രധാനം. അപ്പോൾ നമ്മൾ ഫീൽഡിൽ പോയിട്ട് കണ്ടെത്തുന്ന നമ്മുടെ ഇന്ററാക്ഷൻസിന്റെ ബേസിൽ കണ്ടെത്തുന്ന ഇന്റർപ്രിട്ടേഷൻസിനെ നമുക്ക് ക്വാളിറ്റേറ്റീവ് റിസർച്ചിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ആന്ത്രപ്പോളജിക്കൽ റിസർച്ച് ആണ് ഇത് ആദ്യമായിട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് ചെയ്ത് കണ്ടിട്ടുള്ളത്. അതിന്റെ അകത്ത് നിന്നാണ്, അല്ലെങ്കിൽ സോഷ്യൽ ആന്ത്രപ്പോളജി ഒക്കെ ചെയ്യുന്ന റിസർച്ചിന്റെ അകത്ത് നിന്നാണ് സോഷ്യോളജി ഇവ കടമെടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. കൾച്ചറൽ ബിഹേവിയറിനെ അനലൈസ് ചെയ്യുക, ആളുകൾ അവരുടെ സംസ്കാരത്തിനകത്ത് നിന്നുകൊണ്ട് എങ്ങനെ പെരുമാറുന്നു, എങ്ങനെ സംസ്കാരം ആളുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു തുടങ്ങിയിട്ടുള്ള സംഗതികളൊക്കെ, അതേപോലെ തന്നെ ആളുകൾ എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, അവരുടെ പോയിന്റ് ഓഫ് വ്യൂ എന്താണ്, അവരുടെ പെർസ്പെക്റ്റീവ് എന്താണ് എന്നുള്ളതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഉപയോഗപ്പെടുത്താറുണ്ട്. ക്വാളിറ്റേറ്റീവ് റിസർച്ചിനെ സംബന്ധിച്ചിടത്തോളം നാച്ചുറലിസ്റ്റിക് ആണ്. ഓരോ സമൂഹത്തിനെയും അതിന്റെ ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ പാർട്ടിസിപ്പേറ്ററി ആണ്. എപ്പോഴും ഫീൽഡ് വർക്കർ അല്ലെങ്കിൽ റിസർച്ചർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് റിസർച്ചിൽ, അവിടെ പോകുന്നുണ്ട്, ഫീൽഡ് പോകുന്നുണ്ട്, ആളുകളെ കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, അങ്ങനെ ഒരു പാർട്ടിസിപ്പേറ്ററി ആയിട്ടുള്ള റിസർച്ച് പ്രോസസ് ആണ്. അതേപോലെ തന്നെ ചില സമയത്ത് എത്നോഗ്രഫിക്കും ആയിരിക്കും. എത്നോഗ്രഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തിനെ തന്നെ അവരുടെ ഭാഷ അടക്കം പഠിച്ചുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന രീതിക്കാണ് എത്നോഗ്രഫിക് എന്ന് പറയാം. അതിന്റെ ഏറ്റവും ചെറിയൊരു എക്സ്പ്ലനേഷൻ ആണത്. അപ്പൊ ഇത്തരം അപ്രോച്ചസ് ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ ക്വാളിറ്റേറ്റീവ് റിസർച്ച് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ റിസർച്ചർ ഫീൽഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഒബ്സർവ് ചെയ്യുക, കാര്യങ്ങൾ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂസ് സ്ട്രക്ചേർഡ് ആവുന്നത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്താണ്. കുറച്ചുകൂടി ആളുകളോട് നമ്മൾ ഒരു ചോദ്യം ചോദിക്കുന്നു, അതിൽ നിന്ന് ആളുകൾ നമുക്ക് ഉത്തരം തരുന്നു, വീണ്ടും ആ ഉത്തരത്തിൽ നിന്ന് നമ്മൾ പുതിയ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അങ്ങനെ അൺസ്ട്രക്ചേർഡ് ആയിട്ട് കാര്യങ്ങൾ അതിന്റെ റിയാലിറ്റിയിൽ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമത്തിന് നമുക്ക് ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ലൈഫ് ഹിസ്റ്ററി മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ആളുകളുടെ ജീവചരിത്രങ്ങൾ, ഒരുപാട് ആളുകളുടെ ജീവചരിത്രങ്ങൾ കളക്ട് ചെയ്തുകൊണ്ട് സമൂഹത്തിനെ പഠിക്കാനുള്ള ശ്രമം. അതേപോലെ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻസ്, ഒരു സമൂഹത്തിലെ പ്രത്യേക ഒരു കാര്യത്തിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അവിടെയുള്ള ആളുകളെ വിളിച്ചുകൊണ്ട് നമ്മൾ മീഡിയേറ്റർ ആയി നിന്നുകൊണ്ട് ഗ്രൂപ്പ് ഡിസ്കഷൻസ് നടത്താറുണ്ട്. ഇവയൊക്കെ റിസർച്ച് പ്രോസസ്സിന് ഉപയോഗിക്കാവുന്ന മെത്തേഡ്സ് ആണ്, പ്രത്യേകിച്ച് ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ അകത്ത്. ഇനി ഈ ക്വാളിറ്റേറ്റീവ് റിസർച്ച് നടത്തുന്ന സമയത്ത് ഇത് ചില പ്രത്യേകമായിട്ടുള്ള തിയറിറ്റിക്കൽ ഓറിയന്റേഷന്റെ അകത്ത് നിന്നിട്ടാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് ഫിനോമിനോളജിയാണ്. നമ്മൾ നേരത്തെ കണ്ടു, ആൽഫ്രഡ് ഷൂട്ട്സ് എന്ന് പറയുന്ന സ്കോളറാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം മാത്രമല്ല, പക്ഷെ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട സ്കോളറാണ്. ഫിനോമിനോളജി പഠിക്കുന്നത് കോൺഷ്യസ്നെസ്സിനെ കുറിച്ചാണ്. മനുഷ്യനും മൃഗങ്ങളും അല്ലെങ്കിൽ നാച്ചുറൽ വേൾഡും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് മനുഷ്യർക്ക് കോൺഷ്യസ്നെസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ അവയർനെസ്, ഈ കോൺഷ്യസ്നെസ് ആളുകൾക്ക് ചില പുതിയ കഴിവുകൾ കൊടുക്കുന്നുണ്ട്. ഈ കഴിവുകൾക്കനുസരിച്ചാണ് ആളുകൾ ജീവിക്കുന്നത്. ഈ ജീവിതത്തിനെയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്ക് എന്തുണ്ട്, ഫീലിങ്സ് ഉണ്ട്, തോട്ട്സ് ഉണ്ട്, നമുക്ക് ചില കാര്യങ്ങൾ, ചില ഉദ്ദേശങ്ങൾ, ഇന്റൻഷൻസ് ഉണ്ട്, കാര്യങ്ങളെ കുറിച്ച് പ്രത്യേകമായിട്ടുള്ള അവയർനെസ് ഉണ്ട്. ഇവയൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നത്. അപ്പൊ ഇതിലാണ് ഫിനോമിനോളജി ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് അത് ചെയ്തു എന്നുള്ളത് പുറത്തു നിന്ന് നോക്കി കാണുന്നതിനേക്കാൾ ഉപരിയായിട്ട് അയാൾ ചിന്തിക്കുന്നത് എന്താ, അയാൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ഫോക്കസ് പോകുന്നതായിട്ട് കാണാം. എഡ്മണ്ട് ഹസൽ എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഫിനോമിനോളജിയുടെ സ്കോളറാണ്. ഇനി ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ മറ്റൊരു ഇന്റലക്ച്വൽ അണ്ടർപിന്നിങ് അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു തിയറിറ്റിക്കൽ ബേസ് എന്ന് പറയുന്നത് സിംബോളിക് ഇന്ററാക്ഷനിസം ആണ്. സിംബോളിക് ഇന്ററാക്ഷനിസം നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. മനുഷ്യര് സിംബൽസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഭാഷ എന്ന് പറയുന്നത്, ലാംഗ്വേജ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി സിംബൽസ് ആണ്.
നമ്മളൊരു കാര്യം, നമ്മളൊരു വാക്ക് ഉച്ചരിക്കുന്ന സമയത്ത്, ഇപ്പൊ പൂച്ച എന്ന് പറയുന്ന ഒരു വാക്ക് ഉച്ചരിക്കുന്ന സമയത്ത് അത് 4 കാലുള്ള ഒരു വാലുള്ള ഈ ഒരു രൂപത്തിൽ ഒരു ഷേപ്പുള്ള ജീവിയാണ് എന്നുള്ള കാര്യം നമ്മുടെ എല്ലാം മനസ്സിലേക്ക് വരുന്നുണ്ട്. അത് നമ്മളെല്ലാം ആ ഒരു സിമ്പൽ ഷെയർ ചെയ്യുന്നതുകൊണ്ടാണ്. പൂച്ച എന്ന് പറയുന്ന ആ സൗണ്ട് വരുന്ന സമയത്ത് ആ ഒരു പ്രത്യേക ജീവിയെ നമ്മൾ ഇമാജിൻ ചെയ്യുന്ന നമുക്കെല്ലാം ഒരു ഷെയർഡ് ഇമാജിനേഷൻ ഉള്ളത് കൊണ്ടാണ്. ഇങ്ങനെയുള്ള ചില സിമ്പൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ സിമ്പൽസിനെ നമ്മൾ യൂസ് ചെയ്യുന്നത് പല രീതിയിലാണ്. ഇപ്പൊ നമ്മുടെ ഇന്ററാക്ഷന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് നമ്മൾ ഈ സിമ്പൽസിനെ യൂസ് ചെയ്യും. ഈ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ചില മീനിങ്സ് തരുന്നുണ്ട്. നമ്മളെ ചുറ്റുപാട് എന്താണ് നടക്കുന്നത് എന്ന് മനുഷ്യൻ കൃത്യമായിട്ട് ഇന്ററാക്ട് ചെയ്ത് മനസ്സിലാക്കുന്നുണ്ട്, ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഇന്റർപ്രിട്ടേഷന്റെ ബേസിലാണ് മനുഷ്യൻ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നൊക്കെയുള്ള തരത്തിലുള്ള ഒരുപാട് വളരെ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ എങ്ങനെ ആക്ഷൻ ചെയ്യുന്നു എന്നൊക്കെ ഉള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ് നമുക്ക് സിംബോളിക് ഇന്ററാക്ഷനിസം തരുന്നത്. അപ്പൊ അത്തരം ബേസിൽ നിന്നുകൊണ്ട് ആ ഒരു തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിന്റെ ഒക്കെ ബേസിൽ നിന്നുകൊണ്ടാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് മുന്നോട്ട് പോകുന്നത്. കാരണം നമുക്ക് അവിടെ ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ അകത്ത് നമുക്കറിയാം നമ്മൾ ആളുകളെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഈ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, എന്താണ് ചെയ്യുന്നത്, അവരെന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നൊക്കെയുള്ള തരത്തിലുള്ള അന്വേഷണങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി മറ്റ് ചില തിയററ്റിക്കൽ ബേസുകൾ നമുക്ക് അങ്ങനെ ഒരുപാട് എക്സ്പ്ലനേഷൻ ഈ ഒരു പിന്നെ ഭാഗത്ത് നിന്ന് വരേണ്ട ആവശ്യമില്ല. ഈ ഒരു 5 പ്രധാനപ്പെട്ട തിയററ്റിക്കൽ ബേസിനെ പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇതിൽ മറ്റൊന്നെന്ന് പറയുന്നത് വെസ്റ്റഹൻ ആണ്. മാക്സ് വെബർ ഒക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളതാണ് അതിന്റെ ഒരു പിന്നെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് ആളുകൾ എന്തുകൊണ്ട് ചില സംഗതികൾ ചെയ്തു എന്നുള്ളത് അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റി വേണം എന്നൊക്കെയാണ് ഈ ഒരു തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് പറയുന്നത്. പിന്നീടുള്ളത് നാച്ചുറലിസം ആണ്. ഇത് നേരത്തെ പറഞ്ഞു, നമ്മൾ ഓരോ സൊസൈറ്റിയും അതിന്റെ ഏറ്റവും ബേസിൽ നിന്നുകൊണ്ട് പഠിക്കുക, അതിന്റെ ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള ഐഡിയയിൽ നിന്നുകൊണ്ട് പഠിക്കുക എന്നുള്ളതും. എത്നോജെനിക്സ് എന്ന് പറയുന്നത് ഒരു ഓരോ പ്രത്യേക സൊസൈറ്റിയെയും കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനത്തിന് എത്നോജെനിക്സ് എന്ന് പറയാം. എത്നോ എന്ന് പറയുന്നത് ലോക്കൽ കമ്മ്യൂണിറ്റി എന്നൊക്കെ അർത്ഥം വരുന്ന വാക്കാണ്. അപ്പോൾ അങ്ങനെ പഠിക്കുന്നതിന് നമുക്ക് എത്നോജെനിക്സ് എന്ന് പറയാം. ഇത് വീണ്ടും മറ്റൊരു തിയററ്റിക്കൽ ബേസ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് തീർച്ചയായിട്ടും ഫിനോമിനോളജിയും അതേപോലെ തന്നെ സിംബോളിക് ഇന്ററാക്ഷനിസും ആണ്. വെസ്റ്റഹനും അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട് വഹിക്കുന്നുണ്ട്. ഇനി ക്വാളിറ്റേറ്റീവ് റിസർച്ചിന്റെ ചില പ്രത്യേകമായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. വളരെ ഈസിയാണ്. ഒന്നെന്ന് പറയുന്നത് ഒരു സബ്ജക്ട്സ് പെർസ്പെക്റ്റീവ്. എന്താണ് നമ്മൾ റിസർച്ച് ചെയ്യുന്ന ആളുകൾ എന്താണ് ശരിക്കും അവര് ചിന്തിക്കുന്നത്, അവരുടെ പോയിന്റ് ഓഫ് വ്യൂ എന്താണ് എന്നുള്ളതാണ് അവിടെ അന്വേഷിക്കുന്നത്. മറ്റൊന്ന് ഡിസ്ക്രിപ്ഷൻ ആണ്. നമ്മൾ ജസ്റ്റ് പോയിന്റുകൾ എഴുതുകയല്ല ചെയ്യുന്നത്. ഇത്തരം ക്വാളിറ്റേറ്റീവ് റിസർച്ചിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എണ്ണം എഴുതുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാണ്, നമ്മൾ വിശദീകരിച്ച് എഴുതുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തേത് കണ്ടെക്സ്റ്റ്. ഏത് കണ്ടെക്സ്റ്റിലാണ്, ഏത് സാഹചര്യത്തിലാണ് ഒരു സംഗതി നടക്കുന്നത് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം, അത് എഴുതി വെക്കണം. ഡൈനാമിക് സോഷ്യൽ ലൈഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് മാറ്റങ്ങൾ വരുന്ന ഒരു സംഗതിയാണ്. ഈ ഡൈനാമിസത്തിനെയാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് പഠിക്കുന്നത്. ഇത് പിന്നെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സംഗതി അല്ല സോഷ്യൽ ലൈഫ് എന്ന് ക്വാളിറ്റേറ്റീവ് റിസർച്ച് മനസ്സിലാക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇവ ഫ്ലെക്സിബിൾ ആണ്. ഇതിന്റെ മെത്തേഡ്സ്, അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ നേരത്തെ പറഞ്ഞു, അത് ഒരു പ്രത്യേക ക്വസ്റ്റ്യനെയർ തയ്യാറാക്കി അതിൽ നിന്ന് തന്നെ ചോദ്യം ചോദിക്കുകയല്ല ചെയ്യുന്നത്, നേരെ മറിച്ച് നമ്മൾ ഫ്ലെക്സിബിൾ ആയിട്ട് ഒരു പിന്നെ പാർട്ടിസിപ്പന്റ് തരുന്ന മറുപടിയിൽ നിന്ന് നമ്മൾ എടുത്തുകൊണ്ട് വീണ്ടും ചോദ്യം ചോദിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള മെത്തേഡ്സ് ആണ് കൂടുതലായിട്ടും നമുക്ക് ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പൊ ഒരു സ്ട്രക്ചർ കൃത്യമായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. തിയറീസ് ആൻഡ് കൺസെപ്റ്റ്സ് ഡെവലപ്ഡ് ഫ്രം ദ ഫീൽഡ്. നമ്മൾ ആദ്യമേ തിയറീസും കൺസെപ്റ്റ്സും ആയിട്ട് ഫീൽഡിലേക്ക് പോയി അത് അപ്ലൈ ചെയ്യല്ല ചെയ്യുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ അങ്ങനെയാണ്. ക്വാളിറ്റേറ്റീവ് റിസർച്ചിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫീൽഡിൽ പോയതിനു ശേഷം അവിടുന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ഫീൽഡിനെ കുറിച്ച് തിയറൈസ് ചെയ്യാനുള്ള ശ്രമമാണ് ഇതിൽ നടത്തുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ഇനി ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഇവ എന്താണ് എന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഈ ഒരു പാർട്ടിൽ, അടുത്തൊരു പാർട്ടിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഒരു നാച്ചർ എന്ന് പറയുന്നത് നാച്ചുറൽ സയൻസിന്റെ ക്വാളിറ്റീസ് കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാം. നാച്ചുറൽ സയൻസ് പോലെ തന്നെ സോഷ്യൽ സയൻസും
ജനറൽ ലോസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും എന്ന് വിശ്വസിച്ചിരുന്ന ആളുകളാണ് പ്രധാനമായിട്ടും ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത്. ഇന്നും നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ചെയ്യുന്ന ആളുകളെ കാണാം. ഒരുപാട് ആളുകൾ ഇത്തരം റിസർച്ച് തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ അതേസമയം ക്വാളിറ്റേറ്റീവ് റിസർച്ച് പല രീതിയിലും പുതിയ രീതിയിലൊക്കെ വളർന്നു കഴിഞ്ഞു. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സയൻസ്, സയന്റിഫിക് ആയിട്ട് തന്നെ സമൂഹത്തിനെ പഠിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇവ വളർന്നു വന്നത് എന്നുള്ളതാണ്. അപ്പോൾ സോഷ്യൽ സർവേ നമുക്കറിയാവുന്ന കാര്യമാണ്. അതൊരു ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡാണ്. അതേപോലെ തന്നെ എക്സ്പെരിമെന്റ്സ് നടത്തുക. ഇത് പൊതുവേ സോഷ്യൽ വേൾഡിൽ വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ലാബിലൊക്കെ തന്നെയാണ് എക്സ്പെരിമെന്റ്സ് നടത്താറുള്ളത്. ഹ്യൂമൻസിനെ വെച്ചുകൊണ്ട് എക്സ്പെരിമെന്റ്സ് നടത്തൽ നിയർലി ഇമ്പോസിബിൾ ആണ്. പക്ഷെ അത് ചില സമയത്ത് സൈക്കോളജിയിലൊക്കെ പ്രത്യേകിച്ച് ചെയ്ത് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രീവിയസ്ലി കളക്റ്റഡ് ഡാറ്റ ഉപയോഗിച്ചിട്ട്, മുൻപ് തന്നെ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റാസ് ഉപയോഗിച്ച് അവ അനലൈസ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കാനുള്ള ശ്രമം, സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻസ് കൃത്യമായിട്ട് ചില ക്വസ്റ്റ്യനേഴ്സ് ഒക്കെ എഴുതി തയ്യാറാക്കിയിട്ട് അതിന് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ടുകൊണ്ട് അതിന്റെ ക്വാണ്ടിറ്റി ഒക്കെ അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് നടത്താൻ വേണ്ടിയിട്ട് സാധിക്കും. അതേപോലെ തന്നെ കണ്ടന്റ് അനാലിസിസ്, ഇത് മറ്റൊരു പ്രധാനപ്പെട്ട മെത്തേഡാണ്. ഒരു പക്ഷേ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കുമായിരിക്കും. നമ്മുടെ ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ ഒക്കെ വെച്ചുകൊണ്ട് ഒരു പ്രത്യേക കണ്ടന്റ് എത്ര പ്രാവശ്യം വന്നു, എത്ര പ്രാവശ്യം മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള അളവുകൾക്കൊക്കെ അനുസരിച്ചുകൊണ്ട് അനാലിസിസ് നടത്തുന്നതിനെ കണ്ടന്റ് അനാലിസിസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത്രയും സംഗതികളാണ് നാച്ചർ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇനി എന്താണ് ഈ പോസിറ്റിവിസ്റ്റിക്? ഞാൻ നേരത്തെ പറഞ്ഞു, പോസിറ്റീവ് സയൻസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലൂടെ കാര്യമായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. പൊതുവെ അഗസ്റ്റ് കോംറ്റ് അടക്കമുള്ള സോഷ്യോളജിയുടെ ഫൗണ്ടിങ് ഫാദേഴ്സ് ആണ് ഒരു പോസിറ്റിവിസ്റ്റിക് പൊസിഷൻ എടുത്തിട്ടുള്ളത്. ഡർക്കൈമിനും ഇതേ ഒരു കൺസേൺ ഉണ്ടായിരുന്നു. നാച്ചുറൽ സയൻസിനെ സോഷ്യൽ സയൻസിൽ നിന്ന് വേറിട്ട രീതിയിൽ അദ്ദേഹം പുതിയൊരു ഡിസിപ്ലിൻ ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നാച്ചുറൽ സയൻസിനെ പോലെ തന്നെ സോഷ്യൽ സയൻസും സയന്റിഫിക് ആയിട്ടുള്ള ലോസ്, സയന്റിഫിക് ആയിട്ടുള്ള ഐഡിയാസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിസിപ്ലിൻസ് ആണ് എന്ന് പറഞ്ഞു വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പിന്നെ പോസിറ്റിവിസ്റ്റിക് പൊസിഷൻസ് മുന്നോട്ട് വെക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന ചില അസംഷൻസ് ഉണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത്, മാറ്ററിനെ പോലെ നാച്ചുറൽ സയൻസിന്റെ സബ്ജക്ട് മാറ്റർ ആണ് മാറ്റർ എന്ന് പറയുന്നത്, വസ്തു എന്ന് പറയുന്നത്. ഈ വസ്തുക്കളെ പോലെ തന്നെ, അല്ലെങ്കിൽ ഇപ്പോ ഫിസിക്സിനാണെങ്കിൽ പലതരത്തിലുള്ള മാറ്റേഴ്സ് ആണ്, കെമിസ്ട്രി ആണെങ്കിൽ നമുക്കറിയാം പിന്നെ കെമിക്കൽ സബ്സ്റ്റൻസസിനെ കുറിച്ചുള്ള പഠനമാണ്. ഇത്തരം മാറ്റേഴ്സിൽ നിന്ന് വ്യത്യസ്തമായ ഇത്തരം മാറ്റേഴ്സിനെ ഈ നാച്ചുറൽ സയൻസ് പഠിക്കുന്നത് പോലെ തന്നെ സോഷ്യൽ സയൻസ് മനുഷ്യന്റെ ബിഹേവിയറിനെ പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അവ കോൺസ്റ്റന്റ് ആണ്, അതിനൊരു പാറ്റേൺ ഉണ്ട്, മനുഷ്യന്റെ ബിഹേവിയറിന് പാറ്റേൺ ഉണ്ട്, അത് പഠിക്കാൻ സാധിക്കുമെന്ന് ഇവര് വിശ്വസിച്ചിരുന്നു. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ബിഹേവിയേഴ്സ് മാത്രമാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് എന്നുള്ളതുമാണ് ഈ ഇത്തരം റിസർച്ചേഴ്സ് പറയുന്നത്. അതേപോലെ മറ്റൊരു സംഗതി എന്ന് പറയുന്നത്, തിയറി ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തിയറി ബിൽഡിങ്ങിന് ഒരുപാട് സഹായിക്കും എന്നുള്ളതും ഇവർ മുന്നോട്ട് വെക്കുന്ന മറ്റൊരു സംഗതിയാണ്. ഇത്തരം പഠനത്തിന്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന മറ്റൊരു സംഗതി എന്ന് പറയുന്നത്, വാല്യൂ ഫ്രീ ആയിരിക്കും, അല്ലെങ്കിൽ പാർഷ്യാലിറ്റി ഇല്ലാത്ത പഠനങ്ങളാണ്. കാരണം നമ്പേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള പഠനങ്ങളാണ്. അപ്പൊ നമ്മുടെ ബിലീഫ്സോ മറ്റു സംഗതികളോ ഇതിനെ എഫക്ട് ചെയ്യില്ല, അല്ലെങ്കിൽ എഫക്ട് ചെയ്യരുത്, ഒബ്ജക്റ്റീവ് ആയിരിക്കണം പഠനങ്ങൾ എന്നുള്ളത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് മുന്നോട്ട് വെക്കുന്ന മറ്റൊരു അസംഷൻ ആണ്. അതേപോലെ തന്നെ അവർ പറയുന്നത് സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് സയന്റിഫിക് നേച്ചർ, ഒരു ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് നടത്തിയതിനു ശേഷം മുന്നോട്ട് വെക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് സയന്റിഫിക് നാച്ചർ ഉള്ളതായിരിക്കണം, നോർമേറ്റീവ് നാച്ചർ ഉള്ളതായിരിക്കരുത് എന്നുള്ളതാണ്. അതായത് നേരത്തെ പറഞ്ഞിട്ടുള്ള പോയിന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ചില പ്രത്യേക മൂല്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആവരുത് അവ എന്ന് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിന് നിർബന്ധമുണ്ട്. ഓക്കെ, ഇനി ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രീ ഒക്യുപ്പേഷൻസ് ആണ് പറയുന്നത്, അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ചില സംഗതികളാണ്. ഒന്ന്, കൺസെപ്റ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ആണ്. കൺസെപ്റ്റുകൾ എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് തിയറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്.
നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ സമയത്ത് പറയാം. എന്തായാലും ബേസിക്കലി നിങ്ങൾക്ക് കൺസെപ്റ്റിനെ കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടാവും, അത് വെച്ചുകൊണ്ട് മനസ്സിലാക്കുക. ഇപ്പൊ കൺസെപ്റ്റ് എന്ന് പറയുന്നത് മെഷർ ചെയ്യാൻ സാധിക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മൾ ഇപ്പൊ ക്രൈം റേറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു നേരത്തെ. ക്രൈം റേറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് മെഷർ ചെയ്യാൻ സാധിക്കണം, അതിന് ചില നമ്പേഴ്സ് വെച്ചുകൊണ്ട് മെഷർ ചെയ്യാൻ സാധിക്കണം. എന്നിട്ട് അതിനെ കോസാലിറ്റി എന്ന് പറയുന്ന, നമ്മൾ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സംഗതിയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. കൺസെപ്റ്റുകൾ തമ്മിലുള്ള ബന്ധം, ഒരു കൺസെപ്റ്റ് കാരണം മറ്റൊന്ന് സംഭവിച്ചു. നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ വെച്ച് കഴിഞ്ഞാൽ യുദ്ധം, വാർ എന്ന് പറയുന്ന ഒരു സംഗതി കാരണം ക്രൈം റേറ്റ് ഇൻക്രീസ് ചെയ്തു. രണ്ട് കൺസെപ്റ്റുകളാണ് അവിടെ ഉള്ളത്. വാർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്, ക്രൈം റേറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. അവ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ബന്ധമാണ് പറഞ്ഞിട്ടുള്ളത്. വാർ ഉണ്ടാവുന്ന സമയത്ത് ക്രൈം റേറ്റ് ഇൻക്രീസ് ചെയ്യുമെന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പാണ് നമ്മളവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്തരം കോസാലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യും. ജനറലൈസേഷൻസ് നടത്തും. നമ്മൾ ഒരു സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ കൊണ്ട് മാത്രമല്ല ഇത്തരം ജനറലൈസേഷൻസ് നടത്തുന്ന ഒരുപാട് ഡാറ്റാസ് ഒരുമിച്ച് വെച്ചുകൊണ്ട് സമൂഹത്തിനെ കുറിച്ച് ജനറൽ സ്റ്റേറ്റ്മെന്റ്സ് നടത്താൻ വേണ്ടിയിട്ട് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ശ്രദ്ധിക്കും അല്ലെങ്കിൽ ശ്രമിക്കും. പിന്നീടുള്ളത് റെപ്ലിക്കേഷൻ ആണ്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എണ്ണം എടുത്തുകൊണ്ടുള്ള അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ബേസ്ഡ് ആയിട്ടുള്ള, മെഷർമെന്റ്സ് ബേസ്ഡ് ആയിട്ടുള്ള റിസർച്ച് ആയതുകൊണ്ട് തന്നെ, പോസിറ്റീവ് ആയിട്ടുള്ള റിസർച്ച് ആയതുകൊണ്ട് തന്നെ, പോസിറ്റീവ് എന്ന് പറയുന്നത് വീണ്ടും മനസ്സിലാക്കുക, സയൻസ് ബേസ്ഡ് എന്നുള്ള അർത്ഥത്തിലാണ് പോസിറ്റിവിസം നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ പോസിറ്റീവ് ആയിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ അവ റെപ്ലിക്കബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. ഒരേ ഡാറ്റ വെച്ചുകൊണ്ട്, ഒരേ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട്, ഒരേ ഇന്റർവ്യൂ ക്വസ്റ്റ്യനെയർ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് ഡിഫറെന്റ് ആളുകൾ ഒരേ ഫീൽഡിൽ പോയിട്ട് റിസർച്ച് നടത്തിയാൽ രണ്ടുപേർക്കും ഒരേ ആൻസർ, ഒരേ കൺക്ലൂഷൻ ലഭിക്കണം എന്നുള്ളതാണ് ഈ റെപ്ലിക്കബിലിറ്റിയുടെ അർത്ഥമായിട്ട് വരുന്നത്. വീണ്ടും ഇൻഡിവിജ്വലിസം, ഇവ നമ്മൾ മനസ്സിലാക്കിയാൽ, ഇൻഡിവിജ്വലിസം എന്ന് പറയുന്നത് സിംപ്ലി നമ്മൾ റിസർച്ച് നടത്തുന്ന സമയത്ത് നമ്മൾ ഓരോ വ്യക്തിയാണ് സമീപിക്കുന്നത്. നമ്മുടെ ഇന്റർവ്യൂ ക്വസ്റ്റ്യനെയറുമായിട്ട് അല്ലെങ്കിൽ ഇന്റർവ്യൂ ആയിട്ട്, സർവേ ഒക്കെ ആയിട്ട് ഓരോ വ്യക്തികളെ സമീപിച്ചുകൊണ്ടാണ് നമ്മൾ അതിന്റെ ഡാറ്റ കളക്ട് ചെയ്യുന്ന അർത്ഥത്തിൽ ഇൻഡിവിജ്വലിസ്റ്റിക് കൂടിയാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ ലാർജ്ലി കവർ ചെയ്യുന്നത്. ഇനി പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല വരുന്നത്, നേരെ മറിച്ച് വളരെ ബ്രോഡ് ആയിട്ടുള്ള ടോപ്പിക്. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 2023 ജൂണിൽ ടേം ആൻഡ് എക്സാമിനേഷനിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഡിസ്കസ് ദ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിന്റെ നാച്ചറും സ്കോപ്പിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യാം. നമ്മൾ ജസ്റ്റ് ഈ ഒരു ഡിസ്കഷൻ കഴിഞ്ഞതേ ഉള്ളൂ. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിന്റെ മെത്തേഡ്സ് അതിൻ്റെ അകത്ത് പറയാം, എന്തൊക്കെയാണ് പോസിറ്റീവ് സയൻസ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് പറയാം. അതിന്റെ അസംഷൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അത് ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 7-8 പോയിന്റ്, വളരെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന 7-8 പോയിന്റുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് ഇലാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് നിങ്ങൾക്ക് ആൻസർ ചെയ്താൻ വേണ്ടിയിട്ട് സാധിക്കും. ഇങ്ങനെ ഓരോ സ്പെസിഫിക് ബ്രോഡർ ടോപ്പിക്കിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നമുക്ക് നെക്സ്റ്റ് യൂണിറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.